ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11 വിശ്വരൂപം. ശ്ലോകം 33, പേജ് നമ്പർ 597. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം. മയൈവൈതേ നിഹതാഃ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. പദാനുപദം. തസ്മാത് അതുകൊണ്ട്, ത്വം നീ, ഉത്തിഷ്ഠ എഴുന്നേൽക്കുക, യശഃ യശസ്, ലഭസ്വ നേടുക, ശത്രൂൻ ശത്രുക്കളെ, ജിത്വാ ജയിച്ചിട്ട്, സമൃദ്ധം സമൃദ്ധമായ, രാജ്യം രാജ്യത്തെ, ഭുങ്ക്ഷ്വ അനുഭവിക്കുക, മയാ ഏവ എന്നാൽ തന്നെ, ഏതേ ഇവർ, പൂർവം ഏവ മുമ്പ് തന്നെ, നിഹതാഃ നിഹനിക്കപ്പെട്ടിരിക്കുന്നു, സവ്യസാചിൻ ഹേ സവ്യസാചിൻ, നിമിത്തമാത്രം കാരണം മാത്രമായി, ഭവ നീ ഭവിച്ചാലും. വിവർത്തനം. അതിനാൽ എഴുന്നേൽക്കൂ, പൊരുതി യശസ്സു നേടാൻ തയ്യാറാകൂ, ശത്രുക്കളെ ജയിച്ചിട്ട് സമൃദ്ധമായ രാജ്യം ഭരിക്കൂ. ഞാൻ അവരെ മുമ്പ് തന്നെ കൊന്നുകഴിഞ്ഞു, നീ കേവലം ഒരായുധമാവുന്നതേയുള്ളൂ, സവ്യസാചിൻ. ഭാവാർത്ഥം. അമ്പെയ്യുന്നതിൽ അതിവിദഗ്ധനായവനത്രേ സവ്യസാചി. ശത്രു സംഹാരത്തിന് കഴിവുള്ളവനാണ് അർജുനൻ എന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു. നിമിത്തമാത്രം, ഉപകരണം മാത്രമാവുക എന്നർത്ഥം. ഈ വാക്കും അർത്ഥവത്താണ്. ഭഗവാന്റെ പരിപാടി അനുസരിച്ച് ഈ പ്രപഞ്ചമൊട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിപാടിയുമില്ലാതെയാണ് ഈ നീക്കമെന്ന് അറിവില്ലാത്ത മൂഢന്മാർ മാത്രമേ കരുതുകയുള്ളൂ. എല്ലാ പ്രതിഭാസങ്ങളും ആകസ്മിക സംഭവങ്ങളാണെന്ന് അവർ കരുതുന്നു. അങ്ങനെയായിരിക്കാമെന്നോ ആവാമെന്നോ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയപ്പെടുന്നവർ അഭിപ്രായപ്പെട്ടേക്കാം. എന്നാൽ ഇവിടെ ഈ സംശയത്തിന് ഇടമില്ല തന്നെ. ഭൗതിക പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത പരിപാടിക്കനുസരിച്ചാണ് എന്തും സംഭവിക്കുന്നത്. എന്താണ് ആ പരിപാടി?
ബദ്ധരായ ജീവാത്മാക്കൾക്ക് സ്വധാമമായ ഭഗവത് പദത്തിലേക്ക് തിരിച്ചെത്താൻ അവസരം കൊടുക്കുകയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉദ്ദേശ്യം. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുന്ന പ്രവണത അവരിൽ നിലനിൽക്കുന്ന കാലത്തോളം ആത്മാക്കൾ ബദ്ധരാണ്. ഭഗവാന്റെ പരിപാടിയെന്തെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധം പുലർത്തിപ്പോരുന്നവനത്രേ ഏറ്റവും ബുദ്ധിമാൻ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സംഹാരങ്ങൾ കൃഷ്ണൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധവും കൃഷ്ണൻ്റെ പരിപാടിയുടെ നിർവഹണമത്രേ. അർജുനൻ യുദ്ധത്തിനെതിരാണ് എങ്കിലും ഭഗവാന്റെ ഹിതമനുസരിച്ച് അദ്ദേഹത്തിന് പൊരുതേണ്ടി വരും. അങ്ങനെ അദ്ദേഹം സന്തുഷ്ടനാവും. കൃഷ്ണാവബോധം തികഞ്ഞ് ഭഗവത് സേവന നിരതനാകുന്ന ആളാണ് പൂർണ്ണ മനുഷ്യൻ. ഹരേ കൃഷ്ണ.